ശ്രദ്ധിക്കൂ, മോഷണം നടന്നു, മോഷണം. ഇവിടെ ഉണ്ടായിരുന്ന ആന്റിക് പീസ് കാണുന്നില്ല. കണ്ണൻ കപ്പലിൽ തന്നെ ഉണ്ടാകും. വേഗം ആ ഡോർ ക്ലോസ് ചെയ്യ്. കള്ളനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നിങ്ങളല്ലേ വിളിച്ചു കൂവിയത്? എന്താ മോഷണം പോയത്? പറയൂ. ഇത് കണ്ടില്ലേ, ഈ ഒരു ടേബിൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇതിന് മുകളിൽ ഉണ്ടായിരുന്ന സാധനം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണവരെ? നിങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈ ടേബിളിന് മുകളിൽ ഞങ്ങൾ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ ടേബിൾ തന്നെ ഒരു ആന്റിക് പീസാണ്. ഇത് കണ്ടില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടേബിൾ 16-ാം നൂറ്റാണ്ടിലേതാണ്. ഇതിൽ ഡേറ്റുമുണ്ട്. ഡിസംബർ 11, 1616. മനസ്സിലായോ? ഒരു മിനിറ്റ്, സത്യത്തിലെ ടേബിളും മോഷണം പോയിട്ടുണ്ട്. ഇതിൽ ഇംഗ്ലീഷിലാ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കാമാവാ, 1616 ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ ഇല്ലല്ലോ. കൊള്ളാം മോനെ, നിന്റെ ബുദ്ധി അപാരം തന്നെ. യു ആർ റൈറ്റ്. ഇതിനർത്ഥം യഥാർത്ഥത്തിൽ ഈ ടേബിൾ മോഷണം പോയി എന്നാണ്. ഗാർഡ്സ്, വേഗം പോയി എല്ലാ വാതിലുകളും ചെക്ക് ചെയ്യൂ. ഒരാൾ പോലും പുറത്തു പോകരുത്. മാമാ, സൂക്ഷിച്ച് പിടിക്ക്. സോറി, ഒന്നിനും കുഴപ്പം പറ്റാതിരുന്നത് ഭാഗ്യം. അങ്ങനെയല്ല, ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. ഒരു ടേബിള് കാണാതായില്ലേ, അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. റിയൽ ആന്റിക് ടേബിള് കിട്ടിയില്ലെങ്കിലേ അതിന് ഞാൻ തന്നെ പണം അടയ്ക്കേണ്ടി വരും. മാത്രമല്ല റെപ്യൂട്ടേഷനും ചീത്തയാവും. സർ, ടേബിള് കാണാതായിട്ടുണ്ട്. പക്ഷെ ഈ ടേബിളിലെ പ്രതിമ എവിടെ പോയി? അയ്യോ, ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി വന്നാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ. സെക്യൂരിറ്റി, എല്ലാവരുടെയും ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും പരിശോധിക്കേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും വേഗം ലൈനിൽ നിൽക്കൂ പ്ലീസ്. ഞങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞില്ലേ? പക്ഷെ നിങ്ങളുടെ കയ്യിലും ബാഗ് ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യേ. അതൊന്നും വേണ്ട, പറ്റില്ല സാറേ. എന്റെ ബാഗിൽ ലഞ്ച് ബോക്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്കിൾ, ബാഗിനകത്ത് ലഞ്ച് ബോക്സ് ആണെങ്കിൽ അങ്കിൾ ഇങ്ങനെ വേർത്ത് കുളിക്കുന്നത് എന്തിനാ? ഇവിടെ AC ഓൺ ആണല്ലോ. ഞാനെന്താ ചവറ്റുകുട്ടിയാണെന്ന് കരുതിയോ? അതെ ആന്റി, ചപ്പ് ചവറുകളൊക്കെ ഡസ്റ്റ്ബിനിലാ കൊണ്ടുപോയിട്ടുണ്ട്. എടാ പെരുങ്കള്ള, നീ എന്നെ ഒരുപാടിട്ടങ്ങ് ഓടിച്ചല്ലോടാ. എന്റെ മേക്കപ്പും കുതിർന്നു പോയി. എടാ ബഹദൂറിയാ കണ്ണാടി ഒന്ന് കാണിച്ചു. എടോ, ഇതാണ് ഞങ്ങളുടെ മാഡത്തിന്റെ ഒരു സ്റ്റൈൽ ഇട്ടാ. ഈ പോലീസ് മാഡത്തിന്റെ തൊഴി മേടിക്കുന്നതിന് മുമ്പ് നിന്റെ ആ തിരുമോന്തി ഒന്ന് കാണട്ടടാ. മേഡം സോറി, ദയവ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യരുത്. മറ്റൊരാൾ പറഞ്ഞിട്ടാ ഞാനിവിടെ മോഷ്ടിക്കുന്നത്. ഞാൻ മ്യൂസിയത്തിൽ ജോലി ചെയ്യുന്ന ആളാ. അയാൾ എന്നോട് പ്രതിമ മോഷ്ടിക്കണമെന്ന് പറഞ്ഞു, ധാരാളം പൈസ തരാമെന്ന് പറഞ്ഞു. പണത്തോടുള്ള അത്യാഗ്രഹം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മേഡം. എങ്കിൽ മര്യാദക്ക് ഞങ്ങളെ അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ പണത്തിന് പകരം ചവിട്ടുകൊണ്ടായിരിക്കും സമ്പന്നനാക്കുന്നത്. മേഡം, ഞാൻ ഇതുവരെ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല. അയാൾ എപ്പോഴും എന്നോട് ഫോണിലൂടെ സംസാരിക്കുന്നത്. എനിക്കുള്ള കാശ് ഏതൊരു വിജനമായ സ്ഥലത്ത് വെച്ചിട്ടങ്ങ് പോകും. ഞാൻ ചെയ്തങ്ങ് എടുക്കും. പോലീസ് മാഡം, ഇയാള് പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. ഇയാള് പറയുന്നത് സത്യമാണെങ്കിൽ ബഹദൂറെ, നീ എല്ലായിടത്തും ഒരു വാർത്ത പ്രചരിപ്പിക്കണ്ടോ? നമ്മള് കള്ളനെ പിടികൂടിയെന്ന്. അപ്പൊ യഥാർത്ഥ കള്ളന് പേടി തോന്നി. അത് വേണ്ട പോലീസ് മാഡം, അങ്ങനെ ചെയ്താൽ കള്ളൻ കൂടുതലല്ലേട്ടാവും. കള്ളനെ അയാളുടെ കള്ളക്കളിയിലൂടെ തന്നെ പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് കള്ളനെ കൊണ്ട് യഥാർത്ഥ കള്ളനെ ഫോൺ ചെയ്യിപ്പിക്കാം. ആദ്യം അയാളെ ബല്ല സാറിന്റെ ഓഫീസിൽ കൊണ്ടുപോവാം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാ മീഡിയ ഉടൻ തന്നെ അവിടെ എത്തും. വാ. എടാ, പറഞ്ഞത് കേട്ടില്ലേ? ആ യഥാർത്ഥ കള്ളനെ വിളിക്കാം. ഹലോ, കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസുന്ന സൂത്രക്കാരൻ കള്ളനെയും അത്ര എളുപ്പത്തിൽ പിടിക്കാനാകില്ല.
കാര്യം കഴിഞ്ഞില്ലേ? കാര്യമൊക്കെ കഴിഞ്ഞു സാറേ. പക്ഷേ പോലീസിന് ആ സമയത്ത് വളഞ്ഞു പിടിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ രക്ഷപ്പെട്ടെങ്കിൽ വന്നത്. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാ. താൻ അങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവും. എന്റെ പ്രതിമ എവിടെ? രക്ഷപ്പെടുന്നതിനിടയ്ക്ക് അവിടെ തന്നെ അത് വലിച്ചെറിയുകയായിരുന്നു. ഇനി നിങ്ങളുടെ പാടായി എന്നെ അങ്ങ് വിട്ടേക്കാം. ബൈ ബൈ. യെസ്, അങ്ങനെ പ്ലാൻ ഏറ്റു. പോലീസ് മാഡം, ഇനി യഥാർത്ഥ സ്റ്റാച്യു മ്യൂസിയത്തിൽ തിരിച്ചു വെക്കണം. കള്ളനത് മോഷ്ടിക്കാൻ എന്തായാലും വരും. പോലീസ് മേഡം, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇനി എന്റെ ടിഫിനെങ്കിൽ തന്നേ. വിശന്നിട്ട് കോടലി കത്താറായി. ഇല്ല, നിനക്ക് ടിഫിൻ ബോക്സ് തരില്ല. ഇനി ഇതിലെങ്ങാനും വല്ല റിവോൾവർ വെച്ചിട്ടാണ് വന്നതെങ്കിലോ? ഓ, ഞാനത് ഈ ടിഫിൻ ബോക്സ് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഇവനത് കഴിച്ചാ മതി. ഓ, എടാ ബഹദൂറെ, ഇയാളുടെ മേലൊരു കണ്ണുണ്ടാവണണ്ടാ. എന്റെ പമ്മി, ഇത് പിടിക്ക്. എന്റെ വക എല്ലാവർക്കും നാരങ്ങ വെള്ളം കലക്കി കൊടുത്തേക്ക്. ഇത് കണ്ടില്ലേ, എന്റെ 6 പിശുക്കനായ ഭർത്താവിന്റെ മറ്റൊരു കുതന്ത്രം. കള്ളന്റെ പാത്രത്തിൽ കഴിച്ചിട്ട് പോയിരുന്നു. എന്താ ചെയ്യാ ഞാൻ? ആരോടും പറയരുത് കേട്ടോ. ഞാൻ ഇന്ന് നാരങ്ങ വെള്ളം കലക്കിട്ട് വരാട്ടാ. അത് തോട്ടക്കാരാ. താനിത് എങ്ങോട്ടാ പോകുന്നത്? അതെ, ഗാർഡനിലുള്ള ചപ്പുചവറുകളൊക്കെ പുറത്ത് കളയാൻ കൊണ്ടുപോവാ. എന്നാ വേഗം ചെല്ല്. മണ്ണും പൊടിയെല്ലാം കണ്ണിൽ വീഴുന്നു. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞല്ലോ അല്ലേ? തീർച്ചയായും പോലീസ് മാഡം. ഇനി നമുക്ക് കാണാല്ല സൂത്രക്കാരൻ കള്ളന്റെ സൂത്രം ഫലിക്കുമെന്ന്. പക്ഷേ പ്രതിമ എവിടെ പോയി? പ്രതിമ അതിന്റെ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രതിമ എവിടെ പോയി? ഇവിടെ വെച്ചിരുന്നതാണല്ലോ. ചതിച്ചല്ലോ ദൈവമേ, എല്ലാ പ്ലാനും പൊളിഞ്ഞെന്നാ തോന്നണേ. ഇത് ഗാർഡനിലെ മണ്ണാണല്ലോ. പക്ഷേ ഇത് അകത്തെങ്ങനെ വന്നു? വേഗ തോട്ടക്കാരനെ പിടിക്കേ. പ്രതിമ മോഷ്ടിച്ചത് അയാളാ. അതിന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾക്ക് എന്നെ പിടിക്കാനാകില്ല. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസുന്ന സൂത്രക്കാരൻ കള്ളനെയും പിടിക്കാനാകില്ല. ഇപ്പൊ കണ്ടു കളി. മാമ, എത്ര വേഗം കുന്നിന്റെ മുകളിലേക്ക് പോവാം. ഹലോ സർ, താങ്കൾ പറഞ്ഞ ആന്റിക് പീസുകളെല്ലാം റെഡിയാണ്. നാളെ തന്നെ വന്ന് താങ്കൾ ഇതെല്ലാം കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് എന്റെ പേയ്മെന്റും തന്നോളൂ. പോലീസ് എന്റെ പുറകെ വേട്ടനായ്ക്കളെ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിമയ്ക്കും ഭാഗ്യമുണ്ട്. യു ഡോണ്ട് വറി. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ. നാളെ തന്നെ ബാക്കിയുള്ള 50% പേയ്മെന്റ് ഞാൻ ക്ലിയർ ആക്കുന്നു. സൂത്രക്കാരൻ കള്ള, നിങ്ങളുടെ കളി അവസാനിച്ചു. നിങ്ങൾ ഈ സാധനത്തിന് 50% അഡ്വാൻസ് വാങ്ങില്ലേ? സാധനങ്ങൾ കയ്യിലില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ മാത്രമല്ല നാട്ടിലും നിൽക്കാൻ പറ്റില്ല. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വലിച്ചെറിയല്ലേ. ഇതിനു വേണ്ടി ഞാൻ 50 ലക്ഷം വാങ്ങിച്ചതാ. പ്ലീസ്, അതെടുത്ത് പൊട്ടിക്കരുത്. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിൽ നിന്നും ആർക്കും രക്ഷയില്ല. എടാ അമ്മാവ അനന്തരവാ, എത്ര കാലമെന്ന് വെച്ചാ നിങ്ങൾ എന്റെ മുന്നിൽ തടസ്സമായി വന്ന് നിൽക്കുന്നത്? ഈ ഒരു റിങ് കൊണ്ട് തന്നെ എനിക്ക് കോടികളാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പോവാണ്. ഈ ആന്റിക് പീസുകളെല്ലാം നിങ്ങൾ തന്നെ എടുത്തോളൂ.
കാർഡ് കൊടുക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊലകൊമ്പനും മുട്ടുകുത്തിക്കും, ഈ മാമനും അനന്തരവനും. എന്റെ അനന്തരവാ, നിന്റെ മെറ്റൽ ഹാറ്റ് ഒരു അത്ഭുതമാണല്ലോ. ഇത് വെച്ച് എന്തും ചെയ്യാൻ പറ്റും. ഇതാണ് എന്റെ സൂപ്പർ ഹാറ്റ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ശരിയല്ലേ മാമ? ആ അതെ, പെർഫെക്റ്റ്. ഓക്കേ.